അല്ലേലും ഈ നിഷ സോമൻ തെറ്റയിൽ ഇങ്ങനെ എന്തെങ്കിലും കണ്ടാൽ അതങ്ങ് വിളിച്ചു പറയും. 10 നാട്ടുകാരെ അറിയിച്ചില്ലെങ്കിൽ അവർക്ക് ഉറക്കം വരില്ല. അല്ലേ? നാടൻ കോഴിയാണെങ്കിലും മുട്ടയിട്ടിട്ട് കൂകി കാറി നാട്ടുകാരെ മൊത്തം അറിയിക്കും. അതേസമയം ബ്ലോക്ക് കോഴിയാണെങ്കിലോ മിണ്ടത്തയില്ല, മുട്ടയിട്ടെന്ന് ആരും അറിയില്ല. അതുപോലെയാണ് നിഷ സോമൻ തെറ്റയിലും. 10 നാട്ടുകാരെ അറിയിച്ചില്ലെങ്കിൽ അവർക്ക് ഉറക്കം വരില്ല. ഇതിപ്പോ നമ്മുടെ സ്വന്തം ഗണേശേട്ടനെ നാറ്റിക്കാൻ നോക്കുക. അങ്ങനെയൊന്നും ഗണേശേട്ടൻ നാറത്തില്ല. അല്പം തൊലിക്കട്ടി കൂടുതലാണ്. പിന്നെ നിഷ പറയുന്നത് കേട്ടാൽ തോന്നും കക്കൂസും മൂത്രപ്പുരയൊക്കെ കഴുകുന്നത് മന്ത്രി ഗണേശേട്ടന്റെ പണിയാണെന്ന്. സ്വന്തം വീട്ടിൽ കഴിയിട്ടില്ല, പിന്നല്ലേ മറ്റുള്ളിടത്ത്. അതിനൊക്കെ കൂലിക്ക് ആളിനെ വെച്ചിട്ടുണ്ട്. അവരുടെ ജോലിയാ കക്കൂസ് കഴുകലും വൃത്തിയാക്കലും വെള്ളം കൊണ്ട് വെക്കലും ഒക്കെ. ഒരു മൂത്രപ്പുരയിൽ വെള്ളം ഇല്ലെന്ന് വിചാരിച്ച് ഇത്രയ്ക്കും രോഷം കൊള്ളണം? അടുത്ത ബസ് സ്റ്റാൻഡിൽ ഇറങ്ങി മൂത്രപ്പുരയിൽ കയറിക്കൂടെ? ഗണേഷ് ഏട്ടന് ഇങ്ങനെയൊക്കെയാ, ആള് പുലിയാണെന്നൊക്കെ വിളിച്ചു പറയും. പക്ഷെ കാര്യമൊന്നുമില്ല. എന്തായാലും നിഷ സോമൻ തെറ്റയിൽ തന്റെ ഫേസ്ബുക്കിൽ കുറിച്ച കുറിപ്പൊന്ന് കേൾക്കാം. മന്ത്രി ഗണേഷ് കുമാറിന്റെ നമ്പർ 1 ഗതാഗതം. വെളുപ്പിനെ 4 മണിക്ക് തൊടുപുഴയിൽ നിന്നും തിരുവനന്തപുരത്തേക്കുള്ള KSRTC സ്വിഫ്റ്റ് ബസ്സിൽ കാളെക്കൂട്ടി ടിക്കറ്റ് എടുത്ത ആളുകളെ പെരുവഴിയിലിറക്കി നിർത്തിയിരിക്കുന്ന കാഴ്ചയാണിത്. ഇപ്പോൾ സമയം രാവിലെ 5:35. 2 ദിവസം മുൻപേ തന്നെ വണ്ടിയുടെ പ്രകടനം മോശമായിരുന്നുവെന്ന് ഡ്രൈവർ. പിന്നെന്തിനാണ് ഓൺലൈൻ ബുക്കിംഗ് നടത്തിയതെന്ന യാത്രക്കാരുടെ ചോദ്യത്തിൽ എന്ത് ചെയ്യാൻ പറ്റുമെന്ന നിസ്സഹായമായ മറുപടി. പകരം വണ്ടി വരുമോ എന്ന ചോദ്യത്തിനും മറുപടിയില്ല. കൂത്താട്ടുകുളം ബസ് സ്റ്റാൻഡിൽ അരമണിക്കൂറോളം കാത്തുനിന്നപ്പോൾ വാഷ്റൂമിൽ ഒന്ന് പോകണമെന്ന് തോന്നി. കംഫോർട്ട് സ്റ്റേഷൻ ക്ലോസ്ഡ്. വെള്ളമില്ലത്ര. എന്ത് ചെയ്യാം, സഹിക്കുക തന്നെ. കേട്ടല്ലോ, അത്രയ്ക്കൊന്നും വേണ്ടിയിരുന്നില്ല. ബസ് കേടായതും ഗണേശേട്ടന്റെ കുഴപ്പം കൊണ്ടാണ്. ഗണേശേട്ടൻ എല്ലാം പറയും, ചില ഉട്ടോപ്യൻ ഭരണപരിഷ്കാരങ്ങളൊക്കെ തട്ടിവിടും. അതെല്ലാം നടക്കുമെന്നാണോ നിങ്ങളുടെയൊക്കെ വിചാരം? ഒന്നും നടക്കില്ല. സിനിമാ ഡയലോഗേ ഉള്ളൂ, പിന്നെ അഭിനയവും. ഇന്നലെ കണ്ടില്ലേ ഒരു ബസ് ഓടിക്കുന്നത്? ഗണേശേട്ടന്റെ നിയമമൊന്നും ഒരു ബാധകവുമല്ല. അല്ലെന്ന് ഇന്നലെ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? നിഷ തെറ്റയിൽ പറഞ്ഞത് ഗണേശേട്ടൻ ഇതുവരെ അറിഞ്ഞില്ലെന്ന് തോന്നുന്നു. അറിഞ്ഞെങ്കിൽ അവിടെ ഓടിയെത്തിയാനെ. ആ മൂത്രപ്പുരയിൽ വെള്ളം വന്നിട്ടേ തിരിച്ചു പോവുകയുള്ളൂ. മാത്രമല്ല അതിന് ചുമതലപ്പെട്ടവരെ നല്ല കോണം കൊടുത്തേനെ. മൂത്രത്തിനോ നാറ്റമോ അതിലും നാറുന്ന പണി കാണിച്ചേനെ. ഏതായാലും ആശ്വാസമായി. ഇതുവരെ ആ വീരശൂര പരാക്രമി അറിഞ്ഞില്ല. അറിയുമ്പോഴാ പൂരം. പിന്നെ എല്ലാ മൂത്രപ്പുരകളിലും ഇനി ഒരു അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ വെള്ളം മുടങ്ങില്ലെന്ന് പറയാൻ പറഞ്ഞിട്ടുണ്ട്.